നമസ്കാരം. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ഭരണകക്ഷി MLA മാർക്ക് ഒരു നിർദ്ദേശം അയക്കുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നും 1960 നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല രജിസ്ട്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മാറണമെന്നും കാലം മാറിയെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കത്ത് കൊടുത്തു. 6-7 MLA മാർക്ക് അവർ പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് PDF ആയി ഈ കത്തിട്ട് കൊടുത്തിട്ട് ചിലർ കത്ത് കിട്ടിയതിന് തമ്പിട്ടു എന്നല്ലാതെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നോ അത് നടപ്പിലാക്കാൻ വല്ല ഉദ്ദേശമുണ്ടെന്നോ ഒന്നും മറുപടി പറഞ്ഞില്ല. 1960 നിയമം പിന്തുടരുന്ന ഇവർക്ക് ഞാൻ പറഞ്ഞ സംവിധാനം നടപ്പിലാക്കാൻ കേവലം ഒരു ഉത്തരവ് മാത്രം മതിയാകും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഒരു ഉത്തരവ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ, അതായത് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നടത്താവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്തരത്തിൽ സിമ്പിളായിട്ട് നടത്താൻ കഴിയുന്ന, കേരളത്തിലെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപകാരപ്പെടുന്ന, എന്നാൽ സർക്കാരിന് 1 രൂപ പോലും ചെലവില്ലാത്ത, സർക്കാരിലേക്ക് കോടികൾ ഒഴുകി വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മൈൻഡ് ചെയ്തില്ല. ഇതുവരെ യാതൊരു റിപ്ലൈ അല്ല. ഞാൻ കത്തയച്ചിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം 11:30-ക്കാണ്, രാവിലെ 11:30-ക്കാണ്. ഇതിന് ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ മാത്യു കൊഴുനാടൻ MLA വിളിച്ചു. മാത്യു കൊഴുനാടൻ MLA എൻ്റെ ആവശ്യം കേട്ട് കഴിഞ്ഞ് ആദ്യത്തെ 1 മിനിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ആവശ്യമാണ്, ഇത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്, ഇത് ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന്. കാരണം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിവരവും വെള്ളിയാഴ്ചയുള്ള പ്രതിനിധി ആയിരിക്കണം. മാത്യു കൊഴുനാടനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കുറിച്ച്, എക്സാലോജിക്കിനെ കുറിച്ച്, 1,72,00,000 കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണക്കുകൾ നിരത്തി, വിത്ത് എവിഡൻസ്, രേഖകൾ നിരത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ അദ്ദേഹം ഖണ്ഡിക്കുന്നതും മറ്റ് ആരോപണങ്ങൾ വെച്ചുകൊണ്ടല്ല. കേരളത്തിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ചവൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മാന്തി പുറത്തിട്ടുകൊണ്ട് അവനെ നാറ്റിക്കാനാണ് സാധാരണ ശ്രമിക്കുന്നതെങ്കിൽ, ഇവിടെ മാത്യു കൊഴുനാടൻ MLA എന്ന വ്യക്തിയെ താറടിക്കാനും നാശമാക്കാനും വേണ്ടി ഭരണ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അതേ ഭരണ നേതൃത്വത്തെ ആക്ഷേപിച്ചുകൊണ്ടല്ല അതിനെ തരണം ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് അത് നിഷേധിച്ചുകൊണ്ട്, അതിന് വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട്, അത് ലോകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, രേഖകൾ നിരത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ആവശ്യം മാത്യു കൊഴുനാടൻ എന്ന ജനപ്രതിനിധിക്ക് എളുപ്പത്തിൽ മനസ്സിലായത്. എന്തുകൊണ്ട് മാത്യു കൊഴുനാടനോട് ആദ്യം പറഞ്ഞില്ല? മാത്യു കൊഴുനാടൻ ഒരു പ്രതിപക്ഷ MLA ആണ്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് എന്നതുകൊണ്ട് പിണറായി വിജയൻ ഒരുപക്ഷെ നിഷേധിച്ചേക്കാം. അതുകൊണ്ടാണ് ഭരണപക്ഷത്തെ MLA-മാർ തന്നെ ആദ്യം വിവരം അറിയട്ടെ എന്ന് കരുതിയത്. പക്ഷെ അവരാരും തന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അത് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു റിപ്ലൈ എനിക്ക് കിട്ടുമായിരുന്നു. വാട്സപ്പിലോ മെയിലിലോ എങ്ങനെയെങ്കിലും കിട്ടുമായിരുന്നു. കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ മാത്യു കൊഴുനാടൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മെയിൽ ID തന്നു, ഇതിലേക്ക് അയക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അയച്ചിട്ടുണ്ട്. അത് അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അത് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് ആ ആൾക്കാർക്ക് അത് ഉപകാരമാവും എന്ന് ഞാൻ കരുതുന്നു. എന്തിനെക്കുറിച്ചാണ് എന്ന് ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ കടലാസ് വാങ്ങി വെച്ചിട്ടുള്ള ആ MLA-മാർ ആരെങ്കിലും എതിര് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇത് ഇല്ലാതെ പോകും. മാത്യു കൊഴുനാടൻ MLA ഇത് അവതരിപ്പിച്ച്, ഇത് ഒരു ഉത്തരവിലൂടെ ഇത് ജനങ്ങൾക്ക് സാധ്യമാകുന്ന ഒരവസ്ഥ വന്നതിന് ശേഷം എന്തിനെ കുറിച്ചാണ് എന്ന് ഞാൻ പറയാം. കാരണം ഇവിടെ ഏറ്റവും ശക്തമായി പ്രതിപക്ഷത്തിരിക്കുന്നത് മാത്യു കൊഴുനാടനാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹമാണ് പറയുന്നത് എന്നതുകൊണ്ടോ ഇത്രയും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നില്ല എന്ന് വരും. ഞാനായിട്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ ഇല്ലാതാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരോട് പറയാത്തത്. ഏതായാലും മാത്യു കൊഴുനാടൻ MLA-യോട് എനിക്ക് വളരെ ആദരവുണ്ട്. ഒരു ആവശ്യം പറയുമ്പോൾ ആദ്യ വാചകം കേട്ട് കഴിയുമ്പോൾ തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആവശ്യമാണ്, ഇത് ഇപ്പോൾ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ കേട്ട് അതിനാവശ്യമായ വിവരങ്ങൾ മെയിലിൽ അയക്കാൻ, പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായത്. ഇതാണ് ജനപ്രതിനിധി. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിൽ MLA-മാർക്ക് പങ്കുണ്ട്. സമഗ്ര വികസനം എന്ന് പറയുന്നത് ഏത് വികസനമായാലും കേരളത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വേണം. നിർഭാഗ്യവശാൽ ഇവിടെ ഖജനാവിലെ ഫണ്ട് എങ്ങനെ എടുത്ത് എരപ്പാക്കാം, എങ്ങനെ നശിപ്പിക്കാമെന്നാണ് നമ്മുടെ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമില്ല, ചെലവ് മാത്രമേ ഉള്ളൂ.
ആ ചെലവഴിക്കാൻ തികയാതെ വരുമ്പോൾ വീണ്ടും കടം വാങ്ങാനായിട്ട് ഓപ്ഷൻ തേടി നടക്കുകയാണ്. കടം ഇനി കിട്ടുമോ കടം കിട്ടാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഖജനാവിലേക്ക് കോടികൾ, അത് മാസാമാസം കോടികൾ ഒഴുകി വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഭരണകക്ഷി MLA മാരോട് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ ഒരു പ്രതീക്ഷ മാത്യു കുഴൽനാടൻ MLA ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, വിവരം പറഞ്ഞു. അദ്ദേഹം ശ്രദ്ധാപൂർവ്വം അത് കേട്ടു. ഇനി അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും അത് കേരളത്തിൽ നടപ്പിലാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.